ഇന്ന് ഈ വൈറ്റൽ ആർഎക്സിൽ മൾട്ടി ലൊക്കേഷൻ ഫാർമസിയിൽ മാസ്റ്റർ അഡ്മിൻ ഡാഷ്ബോർഡ് എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി മോറിലെ വെയർഹൗസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, വെയർഹൗസ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. സോ നമുക്കിത് വെയർഹൗസ് അക്കൗണ്ടിൽ മാത്രമാണ് നമുക്ക് ഈ അഡ്മിൻ ഡാഷ്ബോർഡ് ലഭിക്കുന്നത്. അതായത് നമ്മുടെ ബ്രാഞ്ച് സ്റ്റോഴ്സിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ്, അവരുടെ സെയിൽസ്, പർച്ചേസ്, അങ്ങനെ മൊത്തത്തിലുള്ള അനാലിസിസ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ബ്രാഞ്ച് സ്റ്റോർ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അനാലിസിസ്, അതുപോലെ തന്നെ പിഒ. ഇങ്ങനെ 3 ഓപ്ഷനിലായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ അനാലിസിസിലാണ് നമ്മുടെ മൊത്തം ബ്രാഞ്ച് സ്റ്റോറിന്റെ ബിസിനസ് ഇൻസൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ അനാലിസിസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഡാഷ്ബോർഡ് ഇവിടെ വ്യൂ ആകും. സോ നമുക്ക് 2 വിധത്തിലാണ് ലഭിക്കുന്നത്. ഒരെണ്ണം ബിസിനസ് ഇൻസൈറ്റ് ലഭിക്കും, അതുപോലെ തന്നെ ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ താഴെ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടൈം ലൈൻ ഫിൽറ്റർ ഉണ്ട്, നമ്മുടെ വെയർഹൗസ് അക്കൗണ്ട് ബ്രാഞ്ച് സ്റ്റോറിന്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഫിൽറ്ററിനകത്ത് ഏത് ദിവസത്തെയാണ് അല്ലെങ്കിൽ ഏത് മാസത്തെയാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. ഫാർമസി നെയിമിൽ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രാഞ്ച് സ്റ്റോർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഓവറോൾ ബിസിനസിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പൊ നമുക്കിത് നമ്മുടെ പെർട്ടിക്കുലർ സ്റ്റോർ ടോട്ടൽ ബ്രാഞ്ച് സ്റ്റോറിലെ ടോട്ടൽ സെയിൽസ് നമുക്ക് ഇവിടെ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ എത്രയാണ് പർച്ചേസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ അയക്കുന്നത്, കസ്റ്റമർ വൈസ് എത്ര എമൗണ്ട് ആണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ടർ വൈസ് എത്രയാണ് നമുക്ക് എമൗണ്ട് പേ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ച് സ്റ്റോഴ്സിൽ നിന്നും യുണീക്ക് ഐറ്റം, അതായത് ഒരേപോലുള്ള എത്ര ഐറ്റം നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ $650, ഇപ്പോൾ ഒരു ബ്രാഞ്ച് സ്റ്റോർ പോലെ തന്നെ വേറെ ബ്രാഞ്ച് സ്റ്റോറിലും $650 സോൾഡ് ആയിട്ടുണ്ടെങ്കിൽ, എല്ലാ ബ്രാഞ്ച് സ്റ്റോറിലും $650 സോൾഡ് ആയിട്ടുണ്ടെങ്കിൽ യുണീക്ക് ഐറ്റം ഒന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ അങ്ങനെയുള്ള യുണീക്ക് ഐറ്റം എത്രണ്ണമാണ് നമ്മുടെ ബ്രാഞ്ച് സ്റ്റോറിനകത്ത് സോൾഡ് ആയിട്ടുള്ളത് അത് നമുക്ക് ഇവിടെ ലഭിക്കും. അതുപോലെ തന്നെ തൊട്ട് നമുക്ക് യൂണീക്ക് പേഷ്യൻറ്റ് സെർവ്ഡ്. സോ ഇതിനകത്ത് നമ്മുടെ ഈ മൊത്തത്തിൽ നമ്മുടെ പേഷ്യൻസ്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് യുണീക്ക് ആയിട്ട് എല്ലാ ബ്രാഞ്ച് സ്റ്റോറിലും ഏതൊക്കെ പേഷ്യൻസ് ആണ് പോയിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ഓവറോൾ സെയിൽസ് സമ്മറി നമുക്ക് ലഭിക്കും. ഫാർമസിയുടെ വൈസ് ഓരോ ബ്രാഞ്ച് സ്റ്റോർ വൈസ് നമുക്ക് സെയിൽസ് സമ്മറി ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് ആ ഓരോ ഫാർമസി വൈസ് നമുക്ക് സെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും, ടോട്ടൽ എമൗണ്ട്, ഡിസ്കൗണ്ട്, അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. മന്ത്ലി സെയിൽസിന്റെ ഓവർ വ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതും നമുക്ക് ഫാർമസി വൈസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. മന്ത്ലി ടോട്ടൽ എത്ര രൂപയാണ് നമുക്ക് സെയിൽ അയക്കുന്നത്, എത്ര ഡിസ്കൗണ്ട് ആയിട്ടുണ്ട്, അങ്ങനെ. അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റാഫ് വൈസ് സെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വലതു ഭാഗത്ത് നമുക്ക് കസ്റ്റമർ വൈസ് റിട്ടൻഷൻ നമുക്ക് എത്രയാണ് ഓരോ വീക്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡെയിലി പർച്ചേസ് വിസസ് സെയിൽസ്, സോ നമ്മുടെ ഡെയിലി പർച്ചേസ് എത്രയായിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെയിലി നമുക്ക് സെയിൽ എത്രയായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് ഓവറോൾ ആയിട്ട് കാണാൻ പറ്റും. അതിന് തൊട്ട് നമുക്ക് ഫാർമസി ബ്രാഞ്ച് വൈസ് പ്രോഫിറ്റ് റിപ്പോർട്ട്, അതായത് മാർജിൻ റിപ്പോർട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഓവറോൾ മാർജിൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. പർച്ചേസ് പ്രൈസ്, സെയിൽ പ്രൈസ്, നമ്മുടെ നെറ്റ് മാർജിൻ എത്രയാണ്, അത് എമൗണ്ട് വൈസും പെർസെൻറ്റേജ് വൈസും നമുക്ക് ഇവിടെ കിട്ടും. ബ്രാഞ്ച് വൈസ് ഇവിടെ നമുക്ക് ബ്രാഞ്ച് വൈസ് തന്നെ നമുക്ക് ബിൽ ഐറ്റം വൈസ് മാർജിൻ കിട്ടും. അതായത് ഓരോ ബ്രാഞ്ചിലും ബിൽ നമ്പർ ഐറ്റം വൈസ് നമുക്ക് എത്രയാണ് മാർജിൻ റിപ്പോർട്ട് നമുക്കത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓവറോൾ സെയിൽസ് സമ്മറിക്ക് തൊട്ടായിട്ട് തന്നെ നമുക്ക് ചാർട്ടിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ചാർട്ടിന്റെ ഓപ്ഷൻസ് നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ചാർട്ട് ടൈപ്പ് നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ച് നമുക്കിവിടെ മാറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൺവീനിയന്റ് ആണ്. ഇത് നമുക്ക് എല്ലാ ഓപ്ഷനകത്തും ഇതുപോലെ ചാർട്ട് ചേഞ്ച് ചെയ്യേണ്ട നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ബിസിനസ് ഇൻസൈറ്റ് ആണ്, നമുക്ക് ഇതിന് തൊട്ടായിട്ട് ഇൻവെന്ററി വൈസ് ഉണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഫാർമസി, ഇപ്പോൾ ഒരു ഫാർമസിയുടെ ഡീറ്റെയിൽസ്, അതായത് ഒരു ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ആ ബ്രാഞ്ച് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ബ്രാഞ്ചിന്റെ മൊത്തം ബിസിനസ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ലഭിക്കും. ഇതുപോലെ തന്നെ ഓരോ ബ്രാഞ്ച് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് നമുക്ക് ഇൻവെന്ററി ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ഇൻവെന്ററി വൈസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫാർമസി ഡീറ്റെയിൽസ് നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെന്ററിക്കകത്ത് ടോട്ടൽ എല്ലാ ബ്രാഞ്ചിലും കൂടെ വരുന്ന യുണീക്ക് ഇൻവെന്ററി ആയിട്ട് എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടോപ്പ് സെല്ലിംഗ് ഐറ്റം, അതുപോലെ തന്നെ ഫാർമസി വൈസ് നോൺ മൂവിങ് ഐറ്റം എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇത് നമ്മുടെ ഓവറോൾ ഡാഷ്ബോർഡ് ആണ്. നമുക്ക് വ്യൂ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് ഡൗൺലോഡബിൾ അല്ല, വ്യൂ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴും നമുക്കിത് റെഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും. റിയൽ ടൈം അല്ല നമുക്ക് ലഭിക്കുന്നത്, ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും റെഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും.
സോ ഇത്തരത്തിലാണ് നമ്മുടെ വെയർഹൗസിലെ മാസ്റ്റർ അഡ്മിൻ ഡാഷ്ബോർഡ് വ്യൂ ചെയ്ത് നമ്മുടെ ബിസിനസ് ഇൻസൈറ്റും ഇൻവെന്ററി ഐറ്റംസ് ചെക്ക് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.